കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത് 2 വലിയുള്ളി, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. ചിക്കനും കൂടി വേണം കേട്ടോ. ആദ്യം ഇതിൽ നിന്ന് ഉള്ളി ചോപ്പ് ചെയ്തെടുക്കുക. നിങ്ങളിത് കരുതി കാണും ഒറ്റവലിക്ക് കിട്ടുന്ന ചോപ്പറാണെന്ന്, അല്ല, എഡിറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതും കൂടെ ചേർത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതും ഒറ്റവലിക്ക് കിട്ടിയതല്ല എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇതാക്കിയ ശേഷം ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് ചോപ്പ് ചെയ്ത ശേഷം നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മളെ ചിക്കനാണ്. നമ്മൾ ചിക്കനൊന്ന് ഇതിലേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ബോൺലെസ് പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ ഈ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് പാകത്തിന് ഉപ്പും ഇട്ട് സോസായിട്ട് നമ്മൾ കുറച്ച് സോയാ സോസും വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോയാ സോസ് ഒഴിക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ച് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വൃത്തിയുണ്ടെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി. ഞാനൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് സ്പൂൺ എടുത്തിട്ട് ഇനി നമ്മൾ മൈദമാവ് ഉപയോഗിച്ച് പരത്തിയ ചപ്പാത്തി ചെറിയ ചെറിയ വട്ടങ്ങൾ ആക്കി എടുത്തിട്ട് അതിലേക്ക് മിക്സ് വെച്ചതാ ഇങ്ങനെ ഈ കാണുന്ന പോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലും ഫോൾഡ് ചെയ്യാം കേട്ടോ. അതിന് ഇതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല, നമ്മൾ ടേസ്റ്റിനെ ബാധിക്കത്തൊന്നുമില്ല. കാണാൻ വേണ്ടി ഒരു രസത്തിന് അത്രയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഇങ്ങനെ സ്റ്റെപ്പായി എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് മോമോസ് ചെയ്ത് റൗണ്ടിൽ ചെയ്യുന്നവരും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്തെടുക്കുക. നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പ്ലാന് ഇത് കുറച്ച് സ്റ്റീം ചെയ്യാനും ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്ലാൻ. നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും ഈ ഒരു മോമോസിൻ്റെ ഫാൻസാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയാലും കഴിക്കാറുണ്ട്, നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് സ്റ്റീം ചെയ്തെടുത്തു. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്റ്റീമറോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് ഫ്രൈ ചെയ്തും എടുത്തിട്ടുണ്ട്. ഇത് റെഡി ആവുന്ന ടൈം കൊണ്ട് നമുക്ക് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് വറ്റൽ മുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4-5 വെളുത്തുള്ളി, തക്കാളി, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വന്ന ശേഷം അത് ആ പാത്രത്തിൽ നിന്ന് മാറ്റി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതാണ് നമ്മളെ ഒരു ഒത്തൻറ്റിക് മോമോസിൻ്റെ ചട്നി എന്ന് പറയുന്നത്. സോസല്ല, ചട്നി. എന്നിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഈ സോസും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് സോയാ സോസ് എപ്പോൾ ചേർക്കുമ്പോൾ നമ്മൾ ഉപ്പ് ശ്രദ്ധിക്കണം. കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ഇതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര, വളരെ മിനിമലായിട്ട്. നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ സ്റ്റീംഡ് മോമോസും റെഡി ആയിട്ടുണ്ട്. മറ്റു സൈഡിൽ നമ്മൾ ഫ്രൈഡ് മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും എളുപ്പവും ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് ഇത് കഴിച്ചു നോക്കുക എന്നുള്ളത്. ആദ്യം ഞാൻ ഇവിടുന്ന് ഫ്രൈഡ് മോമോസാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയിട്ട് സ്വയം പൊക്കി പറയുമൊന്നുമല്ല, ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത് സ്റ്റീംഡ് മോമോസാണ് കേട്ടോ. ഫ്രൈഡ് മോമോസിനെക്കാട്ടിയും നല്ല ഫ്ലേവർഫുള്ളായിരുന്നു സ്റ്റീംഡ് മോമോസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനലൊന്ന് സപ്പോർട്ട്